ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. അതിൽ 2025 പ്രാക്ടിക്കൽ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനുമാണ്. ഇതായിരുന്നു ചോദ്യപേപ്പർ. 1, 2, 3, 4 4 ചോദ്യങ്ങളിലായിട്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ്. 8 മാർക്കാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫോളോ ദി ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. ഈ ഡയറക്ഷന് വിധേയമായിട്ട് ഒരു ആപ്ലെറ്റ് നിർമ്മിക്കാനാണ് സാധാരണ ലാബ് 2-ൽ നിന്ന് ചോദിക്കാറുള്ള ചോദ്യം. ഓക്കെ, ഞാൻ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യമായിട്ട് x² എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x² എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. ക്യാപ്സ് ലോക്ക് ഓൺ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി, 2 സ്ലൈഡർ ഉണ്ടാക്കണം, എയും ബിയും. മിനിമം -5, മാക്സിമം 5, ഇൻക്രിമെന്റ് 0.01. സ്ലൈഡർ ഉണ്ടാക്കാലോ. സ്ലൈഡർ ടൂൾ ബോക്സിൽ പോകുന്നു, സ്ലൈഡർ എടുക്കുന്നു. ഇവിടെയാണ് ഈ പ്ലസ് ഉള്ള സ്ഥലത്താണ് സ്ലൈഡർ വേണ്ടത്. ആദ്യത്തെ സ്ലൈഡറിന്റെ എല്ലാ കണ്ടീഷനും ഓക്കെയാണ്. ഇൻക്രിമെന്റ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. 0.01 ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്ലൈഡർ ഉണ്ടാക്കാം. എയുടെ താഴെ ബി എന്നുള്ള സ്ലൈഡർ ഉണ്ടാക്കുന്നു. സ്ലൈഡർ ടൂൾ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഡിഫോൾട്ട് നെയിം ബി തന്നെയാണ്. 0.01 ഇൻക്രിമെന്റ് കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ കൊടുക്കുന്നു. രണ്ടാമത്തെ സ്ലൈഡറും ഉണ്ടാക്കി കഴിയുന്നു. ശേഷം എന്താ പറഞ്ഞത്? ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുക ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച്. ഈ ഒരു കമാൻഡ് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ജി ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല. എഫ് ഓഫ് എക്സ് പ്ലസ് ബി പ്ലസ് ഇ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. കാരണം രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ പേര് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ജി ഓഫ് എക്സ് ആയിരിക്കും. ഒന്നുകിൽ അങ്ങനെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. Ctrl+C. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ജിയോജിബ്രയിൽ വരുന്നു. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് ബാറിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ആ ഗ്രാഫ് കിട്ടുന്നു. ജി ഓഫ് എക്സ് എന്നുള്ള പുതിയ ഗ്രാഫ് കിട്ടുന്നു. റെഡി. ഇനി നോക്കൂ, നിങ്ങൾ ബി നീക്കുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ബി നീക്കുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗിൽ മാറുകയാണെങ്കിൽ ഡൊമെയിൻ ആണ് മാറുക. ഈ ഫംഗ്ഷന് ഡൊമെയിൻ മാറില്ല, കാരണം ആറാണ്. ഓക്കെ, ശരി. എ നീക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗിൽ എന്താ മാറുക? റേഞ്ച് ആണ് മാറുക. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വെർട്ടിക്കൽ ഷിഫ്റ്റിംഗിൽ റേഞ്ച് ആണ് മാറുക. ഓക്കെ, ശരി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണം. ആർക്ക്? ഫംഗ്ഷന്. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എടുക്കുന്നു. എഫ് ഫംഗ്ഷനാണ് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ബോക്സിന്റെ ക്രിയേഷൻ പൂർത്തിയാകുന്നു. ഒന്നാമത്തെ ആപ്ലെറ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആപ്ലെറ്റ് നിർമ്മാണം പൂർത്തിയായി. 2 മാർക്ക് നമുക്ക് കിട്ടി. ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതേണ്ടത് ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് എഴുതേണ്ടത്. ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു, ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്, ആപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ ആപ്ലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്ലെറ്റ് നേരത്തെ നിർമ്മിച്ചിട്ടുള്ള ആപ്ലെറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ മടങ്ങും. എന്നിട്ട് ആ ആപ്ലെറ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ വാല്യൂ 3-ലും ബിയുടെ വാല്യൂ 0-ലും ഫിക്സ് ചെയ്യാം. ചെയ്യല്ലേ? നമ്മൾ എയുടെ വാല്യൂ എവിടെ ഫിക്സ് ചെയ്യേണ്ടത്? 3-ൽ. എയുടെ വാല്യൂ ഞാൻ 3-ൽ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, 3-ലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 3-യുടെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോകും. 3-യുടെ ഏകദേശം അടുത്തെത്തുമ്പോൾ ആരോക്കി വെച്ചിട്ട് 3-ലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് 3-ൽ കിട്ടും. ശരി, എയുടെ വാല്യൂ 3-ൽ വേണം, ബിയുടെ വാല്യൂ എവിടെ വേണം? 0-ൽ വേണം അല്ലേ? ബിയുടെ വാല്യൂ 0-ൽ വേണം. അടുത്തെത്തിക്കുക, ആരോക്കി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് 0-ൽ എത്തിക്കുക. ഓക്കെ, അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ബിയുടെ വാല്യൂ 0-ൽ എത്തിച്ചു, എയുടെ വാല്യൂ 3-ൽ എത്തിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കമ്പയർ ദി ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കമ്പയർ ചെയ്യുക. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഷിഫ്റ്റഡ് വെർട്ടിക്കലി അപ്വാർഡ്സ് 3 യൂണിറ്റ് അബോവ് എക്സ് ആക്സിസ്. എക്സ് ആക്സിന് മുകളിലേക്ക് 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വൈ ആക്സിലൂടെ 3 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഗ്രാഫാണ് ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് എന്ന് എഴുതാം. ഓക്കെ, എന്താണ് ജി ഓഫ് എക്സിന്റെ ഡൊമൈനും റേഞ്ചും? നിങ്ങൾ പറ. ഇതല്ലേ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇതല്ലേ ജി ഓഫ് എക്സ്. ഡൊമൈൻ എന്താ? ഡൊമൈൻ ഈക്വൽ ടു ആർ. റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 3 ഇൻഫിനിറ്റി. റേഞ്ച് ഈക്വൽ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 3 ഇൻഫിനിറ്റി.
എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ജി ഓഫ് എക്സ് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം? എസ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 കോയിൻസൈഡ് ചെയ്യുന്ന സമയത്തുള്ള ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? എയുടെയും ബിയുടെയും. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2x ദെൻ പ്ലസ് 3 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇൻപുട്ട് പോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തതിനു ശേഷം നോക്കുക ടൈപ്പിംഗ് കറക്റ്റ് അല്ലേ? എസ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3 റെഡി സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷനുമായിട്ട് ഇത് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ താഴേക്ക് വരണ്ടേ? ജി താഴേക്ക് വരണ്ടേ? താഴേക്ക് വരുത്തുന്ന ആൾ എ അല്ലേ? നമ്മുടെ സ്ലൈഡർ എ അല്ലേ താഴേക്ക് വരുത്തുന്നത്? അപ്പോൾ എനെ പുറകിലേക്ക് കൊണ്ടുവരാം കേട്ടോ. എനെ ഞാൻ പുറകിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങോട്ട് എത്തിക്കുകയാണ്? 2 എത്തിച്ചു. ഓക്കെ, എനെ പുറകിലേക്ക് എത്തിച്ച് കൊണ്ടുവന്നിട്ട് 2 എത്തിച്ചു. ശരി, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആവേണ്ട അല്ലേ? അപ്പോൾ ബി ആണ് മൂവ് ചെയ്യിക്കേണ്ടത്. ബീനെ എങ്ങോട്ടാണ് നമ്മൾ മൂവ് ചെയ്യിക്കുക? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിച്ചു വേണമെങ്കിൽ നോക്കാം, അന്നേരം നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. മൂവ്മെന്റ് മാറിയാൽ തിരിച്ച് മൂവ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ കറക്റ്റ് എവിടെ എത്തിക്കണം നമ്മൾ? യെസ്, -1 എത്തിക്കണം. -1 എത്തിക്കുന്ന സമയത്ത് കോയിൻസൈഡ് ചെയ്തു. ഇപ്പോൾ ഒരു ഗ്രാഫ് കാണുന്നില്ലല്ലോ, ഇവിടെ 2 ഗ്രാഫ് ഉണ്ട് കേട്ടോ. 2 ഗ്രാഫ് ഉണ്ട്, പക്ഷെ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്താ കാരണം? കോയിൻസൈഡ് ചെയ്തു. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ മാത്രം എഴുതിയാൽ മതി. എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ -1 ആണെന്ന് എഴുതിയാൽ അതിന്റെ ആൻസർ പൂർണ്ണമാകുന്നു. 4 മാർക്ക് നമുക്ക് ലഭിക്കുന്നു. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ ടു ഇൻഫിനിറ്റി. കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി നമ്മളെല്ലാവരും ശ്രമിക്കണം. ഓക്കെ, ശരി. അതിന്റെ ആൻസർ എഴുതുമ്പോൾ ആകെ എന്താ എഴുതേണ്ടതുള്ളൂ? എയുടെയും ബിയുടെയും വാല്യൂ എന്താന്ന് മാത്രം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ, ഒന്നാമത്തിൽ 1 എയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഷിഫ്റ്റഡ് 3 യൂണിറ്റ് വെർട്ടിക്കലി അപ്വാർഡ്സ് ത്രൂ y ആക്സിസ് ഫ്രം ദി ഒറിജിനൽ പൊസിഷൻ എന്ന് എഴുതാം. ഇതേ ആശയമുള്ള എന്തും എഴുതാം. ഓക്കെ, രണ്ടാം അന്ന് കൂടെ ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. ജി ഓഫ് എക്സ് ഈക്വൽ s² + 3 ആണ് പുതിയ ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്ന് കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, ഡൊമൈനും റേഞ്ച് എഴുതുന്നു. ജി ഓഫ് എക്സിന്റെ ഡൊമൈൻ ആരാണ്? റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 3 ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ബിയുടെ ആൻസർ എന്താ? എയുടെയും ബിയുടെയും വാല്യൂ മാത്രമേ ഉള്ളൂ. a = 2 b = -1. ഇത്രയും മാത്രം വൃത്തിക്ക് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇൻപുട്ട് ബോക്സിന് √x എന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് -2 ഇൻഫിനിറ്റി ഡൊമൈനും 1 ഇൻഫിനിറ്റി റേഞ്ചുമുള്ള ജി ഓഫ് എക്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. നേരത്തെ നമ്മൾ നിർമ്മിച്ച അതേ ആപ്ലെറ്റ് ഉണ്ടല്ലോ, ആ ആപ്ലെറ്റിൽ ഒരു മാറ്റം വരുത്തണ്ട. അതിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ആകെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ലെസ്സഡിൽ ഉണ്ടാവുള്ളൂ, അത് മാത്രം മതി. എന്നിട്ട് എന്താ പറഞ്ഞത്? s² എന്നുള്ള ഫംഗ്ഷൻ അങ്ങ് മാറ്റുന്നു. എന്നിട്ട് ഫംഗ്ഷൻ മാറ്റിയിട്ട് √x ആക്കുന്നു. SQRT(x) √x എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ശരി. എന്നിട്ട് എന്ത് പറഞ്ഞു? √x എന്ന് ടൈപ്പ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എന്താ കണ്ടീഷന്? ഈ ജി ഓഫ് എക്സ് നമ്മൾ റെഡ് കളർ ഫംഗ്ഷൻ, ഗ്രീൻ വേണ്ടാലോ, അപ്പം ഗ്രീൻ ഞാൻ ഹൈഡ് ചെയ്തു കേട്ടോ. റെഡ് കളർ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കണം? -2 ഇൻഫിനിറ്റി ആയിരിക്കണം. ഇപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താ? 2 ഇൻഫിനിറ്റി. അത് -2 ഇൻഫിനിറ്റി ആക്കണം. ഓക്കെ, റേഞ്ച് 1 ഇൻഫിനിറ്റി. ഇപ്പൊ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താ? അതും 2 ഇൻഫിനിറ്റി അല്ലെ? റേഞ്ചും 2 ഇൻഫിനിറ്റി ആണ്, അതേപോലെ ഡൊമൈനും 2 ഇൻഫിനിറ്റി ആണ്. അത് മാറ്റിയിട്ട് ഡൊമൈൻ -2 ഇൻഫിനിറ്റി ആക്കണം. ഡൊമൈൻ മാറ്റാൻ ആരെയാണ് നമ്മൾ മൂവ് ചെയ്യിക്കേണ്ടത്? ബിയെ മൂവ് ചെയ്യിക്കണം അല്ലെ? എങ്ങോട്ടാ മൂവ് ചെയ്യിക്കുക? യെസ്, ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കണം. അല്ലെങ്കിൽ -2 എത്തുള്ളൂ. എക്സ് വാല്യൂ -2 എത്തുള്ളൂ. യെസ്, എക്സ് വാല്യൂ -2 എത്തിയിട്ടുണ്ട്. എക്സ് വാല്യൂ -2 എത്താൻ പോകുന്നുണ്ട്. ഓക്കെ, എക്സ് വാല്യൂ -2 എത്തുമ്പോൾ ബിയുടെ വാല്യൂ 2 ആയിരിക്കും കേട്ടോ. ബിയുടെ വാല്യൂ 2 ആയിരിക്കും. അപ്പൊ -2 മുതലാണ് ഡൊമൈൻ തുടങ്ങുന്നത്. -2 ഇൻഫിനിറ്റി ആണ് ഡൊമൈൻ. റേഞ്ച് എന്താ വേണ്ടത്? 1 ഇൻഫിനിറ്റി. ഇപ്പൊ എന്താ റേഞ്ച്? 2 ഇൻഫിനിറ്റി. അപ്പൊ എന്ത് ചെയ്യണം? എ താഴെ കൊണ്ടുവരണം. എ താഴെ കൊണ്ടുവരുന്നു. എന്നിട്ട് എവിടെ എത്തിക്കുന്നു? കറക്റ്റ് 1 എത്തിക്കുന്നു. ഓക്കെ, കറക്റ്റ് 1 എത്തിക്കുമ്പോൾ റേഞ്ച് എന്ത് വരുന്നു? 1 ഇൻഫിനിറ്റി. അപ്പൊ a = 1, b = 2 എന്നാണ് അതിന്റെ ആൻസർ. a 1 ഉം b 2 ഉം ആകുന്ന സമയത്ത് ഡൊമൈൻ എന്താകുന്നു? -2 ഇൻഫിനിറ്റി ആകുന്നു. റേഞ്ച് 1 ഇൻഫിനിറ്റി ആകുന്നു എന്ന് മാത്രം എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. ഓക്കെ, അത്ര മാത്രമേ എഴുതാനുള്ളൂ. എയുടെയും ബിയുടെയും വാല്യൂ മാത്രമേ എഴുതാനുള്ളൂ. a = 1, b = 2. ക്ലിയർ ആണല്ലോ? ശരി, ഇനി ഒരു ചോദ്യം കൂടെയുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കുക. s² + 1 ഗ്രാഫ് വരക്കുക. പുതിയ വിൻഡോയിലാട്ടോ. അപ്പൊ ഇതിന് മാത്രമേ പുതിയ വിൻഡോ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പുതിയ വിൻഡോ എടുത്തിട്ട് s² + 1 ഗ്രാഫ് വരക്കുന്നു. ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ വരക്കുന്നു. അത് ആരാണ്? റിഫ്ലക്ഷൻ ആണ്. ആരുടെ റിഫ്ലക്ഷൻ? എഫ് ഓഫ് എക്സിന്റെ. എവിടെയുള്ള? എക്സ് ആക്സിലുള്ള. ആ റിഫ്ലക്ഷൻ എടുക്കാൻ വേണ്ടി ഈ ടൂളിൽ ഒരു ടൂൾ ഉപയോഗിക്കാം. ഇതിൽ ഏത് ടൂളോ ഉപയോഗിക്കണം നിങ്ങൾക്ക് അറിയണം. ഓക്കെ, എന്നിട്ടോ ജി ഓഫ് എക്സിന്റെ റേഞ്ച് എഴുതണം. നോക്കൂ, ആദ്യത്തെ ടൂൾ ജി ഓഫ് എക്സ് = f(-x) അല്ലേ? അത് y ആക്സിലുള്ള റിഫ്ലക്ഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് y ആക്സിലുള്ള റിഫ്ലക്ഷനാണ്. നമുക്ക് എന്തിലുള്ള റിഫ്ലക്ഷനാണ് വേണ്ടത്? എക്സ് ആക്സിലുള്ള. അപ്പൊ ഏത് ടൂളാ വേണ്ടത്? ഏത് കമാൻഡാണ് വേണ്ടത്? ജി ഓഫ് എക്സ് = -f(x) ആണ് വേണ്ടത്. ഓക്കെ, ഞാൻ പുതിയ ഒരു ജിയോജിബ്രയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു.
ഓക്കെ, പുതിയ വിൻഡോ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം വേണ്ടത് s²+1 ടൈപ്പ് ചെയ്യാൻ അല്ലേ. s²+1 എന്നുള്ള ഫംഗ്ഷൻ കാണലാണ് വേണ്ടത്. x²+1 എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി വേണ്ടത് g(x) എന്നുള്ളൊരു ഫംഗ്ഷൻ വേണം. അതാരാ? f(x)ന്റെ എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷനാണ്. ഇതിൽ ഏത് കൊടുക്കണം എന്ന് അറിയാത്തവർ ഇത് മൂന്നും കൂടെ കൊടുക്കരുത്. ചില കുട്ടികൾ കാണാം മൂന്നും കൂടെ കൊടുക്കുന്നത്. മൂന്നും കൂടെ കൊടുക്കരുത്, ഏതെങ്കിലും ഒന്ന്. ഫസ്റ്റ് ഇവിടെ കോമയൊക്കെ കണ്ടില്ലേ, ഏതെങ്കിലും ഒന്ന് കൊടുത്തു നോക്കുക, റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അടുത്ത് കൊടുത്തു നോക്കുക. ശരിക്കും വേണ്ടത് എന്താ? ഇപ്പോൾ ഒരാൾ g(x) f(-x) എന്ന് കൊടുത്തു വിചാരിക്കുക. g(x) എന്ന് ടൈപ്പ് ചെയ്യേണ്ട, അത് പുതിയ ഫംഗ്ഷന്റെ പേരാണല്ലോ. f(-x) എന്ന് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? f(-x) കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടല്ലേ, കണ്ടോ? പുതിയ ഗ്രാഫ് ഉണ്ട്. എവിടെ പുതിയ ഗ്രാഫ്? ജി കണ്ടോ? പുതിയ ഗ്രാഫ് ഉണ്ട്. അത് ആദ്യത്തെ ഗ്രാഫുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അത് y-ആക്സിലുള്ള റിഫ്ലക്ഷനാണ് കിട്ടിയത്. അപ്പം അങ്ങനെ അല്ല ടൈപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതല്ല, ഈ ടൈപ്പിംഗ് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ എന്താ? -f(x) അല്ലേ. -f(x) എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടോ? യെസ്, -f എന്ന് ടൈപ്പ് ചെയ്താലും മതി. -f(x) എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ട എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷൻ എക്സ് ആക്സിന് അപ്പുറത്തേക്ക് ഒരുപോലെ അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? g(x) -f(x) എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്താ എഴുതേണ്ട ആവശ്യമുള്ളൂ? g(x) -f(x) എന്ന് എഴുതുക. വേണമെങ്കിൽ ഈ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. വലിയ ഉഷാറായിട്ടൊന്നും വരക്കണ്ട, ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. g(x) -f(x). ഓക്കെ, കൂടെ ഒരു ചോദ്യം കൂടിയുണ്ട്. g(x)ന്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. സിമ്പിൾ അല്ലേ. എന്താ g(x)ന്റെ റേഞ്ച്? -∞ മുതൽ -1 വരെ. -1 റേഞ്ചിൽ ഉണ്ട് കേട്ടോ. അപ്പം ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ -∞ -1 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, എക്സ് ആക്സിലുള്ള റിഫ്ലക്ഷൻ, y-ആക്സിലുള്ള റിഫ്ലക്ഷൻ ഒക്കെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ പെട്ടതാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഞാൻ അതിന്റെ ആൻസർ ഇവിടെ എഴുതുകയാണ്. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ എന്ത് എഴുതിയാൽ മതി? g(x) -f(x) എന്ന് എഴുതിയാൽ മതി. ഓക്കെ, g(x) -f(x). ബിയുടെ ആൻസർ എന്താ എഴുതേണ്ടത്? ബിയുടെ ആൻസർ എഴുതേണ്ടത് റേഞ്ച് എന്താണ് അല്ലെ. ആ ഗ്രാഫ് വരച്ചിട്ടുണ്ട് എന്ന് എഴുതി വെക്കാം. ഗ്രാഫ് നമ്മൾ ജിയോജിബ്രയിൽ വരച്ചിട്ടുണ്ടെന്ന് എഴുതി വെക്കാം. വേണമെങ്കിൽ റഫ് ടെസ്റ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, റേഞ്ച് ഓഫ് g(x) എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ -∞ -1. ഓക്കെ, ഇതോടുകൂടി ലാബ് 2 അവസാനിക്കുകയാണ്. വെരി ഈസി ആയിട്ട് ലാബ്, വളരെ എളുപ്പമുള്ള ലാബ് അല്ലെ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ ഈസിയാണ്, എല്ലാ ലാബുകളും വളരെ ഈസിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യണമെന്ന് മാത്രം. ടൈപ്പിങ്ങും ഒക്കെ നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് ലാബ് പഠിക്കണം. നന്നായിട്ട് ലാബിൽ പെർഫോം ചെയ്യാൻ സാധിക്കണം. ഓക്കെ, താങ്ക് യു.